ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇതാരാ ഇവിടെ നിക്കണേ? ഇതാര്? എന്നെത്തി? ഇന്നാളാ? എവിടെ കണ്ടിരിക്കണ സാധനം എവിടെ നിൽക്കിയത്? ദുബായിന്ന് കൊണ്ടുവന്നതാണോ? എനിക്ക് കൊണ്ടുവന്നേ, നീ കൊണ്ടുപോവാ. ആ, ഇത് എന്റെ സ്വന്തം ചേട്ടൻ എനിക്ക് കൊണ്ടുവന്നത്. എന്റെ ചേട്ടനായിട്ട് നിന്റെ അനുമാമായുള്ളത് അറിയാവോ? ആ ഇല്ലേ? അപ്പൊ ഇനി നമുക്ക് ഇൻട്രോ എടുക്കാം. ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഇൻട്രോ എടുത്ത് വെക്കുകയാണ്. നമ്മുടെ അനുമാമൻ നമുക്ക് എല്ലാവർക്കും സർപ്രൈസ് ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നിടാ വന്ന തിങ്കളാഴ്ച ഇന്നാള് എന്ന് പറഞ്ഞൊരു ദിവസം ഒന്ന് നോക്കിയാനു. അങ്ങനെ നീ അറിയും കലണ്ടർ നോക്കാൻ പോയിരിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്നു തിങ്കളോ ചൊവ്വയും കണ്ടേ രാത്രി 31 രാത്രി ഒരു 11:30 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് സർപ്രൈസ് ആയിട്ട് വന്നു. ഇവിടെ നിന്ന് ഒരാളും കൂടെ പ്ലാൻ ചെയ്ത് സർപ്രൈസ് നമുക്ക് തരാനായിട്ട് എനിക്കും അമ്മയ്ക്കും ധ്യാനോടും സർപ്രൈസ് തരാൻ വേണ്ടി പോയി. അപ്പോൾ വീഡിയോ ഒക്കെ നമ്മൾ ലേറ്റ് ആയിട്ടാണ് എടുത്തത്. കാരണം ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സൊക്കെ ഉള്ള സർപ്രൈസുകളുണ്ട്. എല്ലായിടത്തും ഞായറാഴ്ച വേണം എല്ലായിടത്തും കവറായി തീർക്കാൻ. ഇന്നും ഒരു സ്ഥലത്ത് പോകുന്നുണ്ട്. ഇന്ന് കല്ലുവാതിക്ക ചേച്ചിയുടെ വീട്ടിലും നമ്മുടെ പാരിപ്പള്ളി ശില്പയുടെ വീട്ടിലൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ഇവിടെ ഇറങ്ങാൻ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് എല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണുക, കമൻറ്റ് ചെയ്യുക. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ് ആ കൺട്രി ഫെലോ ബ്ലഡി ഫുൾ. ആരെ അറിയിക്കാൻ വരികയാണ്. ഞാൻ വലിയ കാര്യത്തിൽ സർപ്രൈസ് കൊടുക്കാമെന്ന് വിചാരിച്ചിരുന്ന വീഡിയോ ആണ്, ഒന്നും നടന്നില്ല. ഇവരെല്ലാം കൂടെ 1 മാസം മുന്നേ പ്ലാൻ ചെയ്ത് സർപ്രൈസ് എനിക്ക് തന്നു കേട്ടോ. എന്തായാലും വല്ലാത്തൊരു സർപ്രൈസ് ആയിപ്പോയി. എന്തായാലും കുറച്ച് വീഡിയോസൊക്കെ അവർ വരുന്ന വഴിക്ക് തന്നെ എടുത്തത് കൊണ്ട് നന്നായി. എനിക്ക് വീഡിയോസൊക്കെ ഇടാൻ പറ്റുമ്പോൾ രേവുവിന് കണ്ടു ഒരു എക്സ്പ്രഷൻ ഇല്ലാത്ത ഭാര്യ ഭർത്താവായി പോയി. ഞാൻ വെച്ചപ്പോൾ ഞാൻ കരച്ചിലൊക്കെ ഇരിക്കുന്നത്. പക്ഷെ കരച്ചിൽ മൊത്തം വീട്ടിലോട്ട് അങ്ങോട്ട് ചെല്ലട്ടെ. അമ്മയുടെ ഫുൾ സീൻ കരച്ചിലൊക്കെ കാണാം. രാവിലെ തിരുവനന്തപുരത്ത് പോകണം കൊണ്ട് എന്നെയും ഭരിച്ചിട്ട് പോയ ആളാണ്. രാവിലെയായി 8 മണിയായി 9 മണിയായി. ഞാനങ്ങ് വീട്ടിൽ പോയി നിന്ന് ലേറ്റ് ആവുന്നതുകൊണ്ട് ആലം കൂടെ ഒന്ന് പിക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി. എനിക്ക് ഇവരെ ലുലുവിലൊക്കെ പോയി കറങ്ങി. ചേട്ടൻ വരുന്ന സമയം വരെ ഒക്കെ അടുത്ത് കറങ്ങി തിരിഞ്ഞറിഞ്ഞ് ഫുഡ് കഴിച്ച ശേഷമൊക്കെയാണ് ഇത് വന്നത്. അതാ വന്നു. അത് തന്നെ വലതോട്ട് കാണുന്നേ. അവളെ ഞാൻ നിർത്തിയിടല്ലേ, അവിടെ ഫ്രണ്ടിലോട്ടൊക്കെ ഇട്ട് കണ്ട് 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 സർപ്രൈസ്. മുന്നേ പ്ലാൻ ചെയ്തതാണ് മക്കളെ. എടേ വെളിച്ചത്തോട്ടില്ല മൊമെന്റ്സ് ആർ മിസ്സിംഗ്. അങ്ങനെ അമ്മയുടെ കരച്ചിലും വിളിയും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വെളിച്ചമില്ലാത്തതുകൊണ്ട് ഞാൻ അകത്തോട്ട് കയറി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്ത സർപ്രൈസ് കൊടുക്കാൻ നമ്മൾ റോണിക്കാണ് കേട്ടോ. റോണിയുടെ എക്സ്പ്രഷൻ അറിയാൻ വേണ്ടി നമ്മളെല്ലാവരും കട്ട വെയിറ്റിംഗ് ആണ്. അതോ വരുന്നുണ്ടോ? മണം വരുന്നു. വിളിച്ചേ എല്ലാരും മണം പിടിച്ചോണ്ട് എല്ലാരും എന്നെ ഇത്ര അളയും വിളിച്ചേ എല്ലാരും നോക്കട്ടെ. എല്ലാരും നോക്കിയിട്ട് ഞാനല്ല ഇങ്ങോട്ട് വാ.
റോണി ആദ്യം പെട്ടെന്ന് കണ്ടിക്ക് മനസ്സിലായില്ല കേട്ടോ, അവന് മണം പെട്ടെന്ന് പിടിച്ചില്ല, സ്പ്രേയുടെയും ഇതൊക്കെ ഉണ്ടായിരിക്കും. പിന്നെ പെട്ടെന്ന് പോയിട്ടൊന്ന് പെട്ടെന്ന് ഞെട്ടി തിരിച്ചു വന്നപ്പോഴത്തേക്കും മനസ്സിലായി ആളറിഞ്ഞാണ് പറഞ്ഞത്. അപ്പോൾ ഇടയ്ക്ക് വീഡിയോ കോളൊക്കെ വിളിച്ച് കണ്ട് സംസാരിക്കാറൊക്കെ ഉണ്ട്. സൗണ്ട് കേൾക്കുമ്പോഴും പെട്ടെന്ന് മനസ്സിലാക്കും. പിന്നെ കമന്ന് കിടന്ന് മലന്ന് കിടന്നവൻ്റെ സ്നേഹപ്രകടനങ്ങൾ തുടങ്ങി. ഫസ്റ്റ് പോയ സമയത്ത് ഇങ്ങനെ നമ്മൾ വീഡിയോ കോൾ ചെയ്യുമ്പോൾ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞാൽ തോന്നി. അപ്പോൾ നമ്മൾ തുമ്പ നമുക്ക് തോന്നിയത്, പക്ഷെ അല്ല കേട്ടോ, പിന്നീട് ഒന്ന് കണ്ടത് ഇന്നും അന്ന് കണ്ടപ്പോഴും അതൊക്കെ ഉണ്ടായിരുന്നു. കണ്ണത് അവരൊക്കെ സ്നേഹിക്കാൻ കണ്ടവരൊക്കെ സ്നേഹിക്കണം. അതൊക്കെ ഒരു കാര്യം. 10 വർഷമായി ഞങ്ങളോട് വന്നിട്ട്. എടാ സാധാരണ ഇങ്ങനെ നല്ല യൂട്യൂബിൽ ഇങ്ങനെ നല്ല കാണുന്നത് ഇത് കരയുന്നോ? ഇല്ലല്ലേ? കൊച്ചു കരയാ. എനിക്ക് ഓർമ്മയുണ്ടല്ലേ? എടാ അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം ഫോണിലുള്ള വീഡിയോ എടുത്ത് തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും വന്ന സ്ഥിതിക്ക് ഇതൊക്കെ പൊട്ടിച്ച് കണ്ടിട്ട് പോക്കളെ. മണി ഇപ്പം എത്ര ആയതും കൂടെ കാണിച്ചു കൊടുക്കട്ടെ ഞാൻ മനുഷ്യർക്ക്. അതാ മണി 11:45. സർപ്രൈസ് തന്നാണ്, സർപ്രൈസ്. എന്നാൽ പിന്നെ പെട്ടി കൂടെ പൊട്ടിച്ചിട്ട് പോകാൻ വിചാരിച്ചു. ഈ ചെറുക്കൊന്നും ഉറങ്ങത്തൊന്നുമില്ല. എന്തിനാ കുട്ടിയെ പറയുന്നതുണ്ടോ? ലിയോ റോഡി കണ്ടോ കൂടെ എൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. പെട്ടി പൊട്ടിക്കാനായിട്ടൊരു ബഹളം തന്നെയാണ്. അങ്ങനെ നമ്മളിവിടെ പെട്ടി വലിച്ച് പൊക്കിയെടുത്ത് ഹോളിലോട്ട് പോയിരുന്ന് പൊട്ടിക്കാന്ന് വിചാരിച്ചിട്ട് പോവാണ്. എന്നെ തല്ലിട്ട് കൊല്ലുവോ? പോവേണങ്ങ്. സൂരജ് എന്നുള്ള ആൾക്കാരൊക്കെ അല്ലേ, ഇവരൊക്കെ എൻ്റെ വീഡിയോസ് കാണുന്ന കേട്ടാ. മത്ത് ഫ്രൈയാ, മത്തി മാംഗോ പിക്കിൾ, അച്ചപ്പം, നോക്കട്ടെ, അത് എത്രയേ ഉള്ളൂ. ഇത് അവിടെ നിന്നുള്ള റൂംമേറ്റ്സ് എന്താ തിരിച്ചു ചെല്ലുമ്പോൾ കൊണ്ടുവരണമെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് എഴുതി വിട്ട് അയച്ചായിട്ട്. അത് കൊള്ളായിരുന്നു. റൂണി കാണിക്കുന്ന വേലത്തരം കണ്ടു, അവിടെ കിടന്നെങ്കിൽ ബഹളം തന്നെ. അവനെ ലാളിക്കണം എല്ലാവരും. മണി 12 മണിയാവുന്നു. അവന് ഉറക്കമില്ല, ഒന്നുമില്ല, അങ്ങനെ കിടക്കുകയാണ്. എല്ലാവരും കൂടെ നിൽക്കുകയാണ് പെട്ടി പൊട്ടിക്കാൻ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. തുറക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ എടുക്കാനായിട്ടൊക്കെ നിൽക്കുകയാണ്. എൻ്റെ കണ്ടൻസ് മൊത്തം കണ്ടൻറ്റുകളെല്ലാം പോയി. ഞാൻ വലിയ പ്ലാൻ ചെയ്തൊക്കെ ഇരുന്നത്. ഏയ് കുട്ടിക്കാരാ വാ, കണ്ണ് പൊത്തി കളിക്കാ. റൂണി ബാബാ കൂട്ടി പോമ്പാ, ബാബാ കൂട്ടി പോമ്പാ. റൂണി വാ, മനുഷ്യ കൂട്ടിക്കരാൻ വാ. ബാബാ കേറി കേറി. ആ കേറി. എന്താ അറിയാം, ചുമ്മാ വിളിക്കണം. സർപ്രൈസുകാരെ എന്തായാലും വേറെ സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ട് വന്നിട്ടില്ല കേട്ടോ. ചോക്ലേറ്റ് മാത്രമേ ഉള്ളൂ പെട്ടിക്കകത്ത്. കളിപ്പാട്ടവും ചോക്ലേറ്റും, ഡ്രസ്സ് പോലും കൊണ്ടുവന്നിട്ടില്ല. സ്വന്തം ഡ്രസ്സ് പോലും തിരിച്ചു വന്നപ്പോൾ കൊണ്ടുവന്നില്ല. യാനൂസിന് കുറെ മാസ്മെലോസ് പെരുന്നുണ്ട്. നാളെ കിടത്തല്ലേ എൻ്റെ പിന്നല്ല. ഇതൊക്കെ ഇതിലുള്ളൊക്കെ ഇടാം. അല്ല ഉണ്ടോ മാസ്മെലോ? ഓ മാസ്മെലോ അന്ന് അയ്യോ എന്തോന്നു ചെറുതായി പോയത് ഞാനൊരു ചെറുതായി പോയത് മാസ്മെലോ. ആദ്യമേ വരുന്നത് വീടിലും വരുന്നതിലൂടാണ്. കാണിക്കടാ എന്നെ മാസ്മെലോ കാണിക്കേ. മാസ്മെലോ കണ്ടു. എന്നെ വലിയ മാസ്മെലോ എടുത്ത് കാണിക്കേ, വീഡിയോ കാണിക്കും. ധ്യാനൂസ് അങ്ങനെ ഹാപ്പിയായി 3-4 പാക്കറ്റ് മാസ്മെലോ എടുത്തതിന് അവൻ ഓഫായി. അവൻ അതും കൊണ്ട് അപ്പോഴേ അവൻ്റെ പാക്ക് ചെയ്ത് തിരിച്ചും കൊണ്ടുവരാം. വേറെ മുട്ടായെന്ന് പറഞ്ഞാൽ അപ്പോഴും വേണ്ടായിരുന്നു. ഉള്ളത് വെച്ചിട്ട് എല്ലാം നുള്ളി പുറകെ എടുത്ത് അവൻ്റെ കസ്റ്റഡി കയറ്റിട്ടുണ്ട്. ഇത് മാമന്റെ റൂമിൽ താമസിക്കുന്ന ജിതിൻ എന്ന് പറയുന്ന കൂട്ടുകാരനെ പിടിച്ചു വെച്ചിട്ടുണ്ടോ?
അനുസിന് ഇതാ ഒരു വണ്ടി കൊണ്ടിറക്കിയിട്ടുണ്ട്. ഞാൻ വണ്ടി എന്ന് പറയുന്ന സാധനം പിന്നെ അവൻ്റെ ക്രേസാണ്. മുട്ടായിക്കാലും വേണ്ടവന് അത് കിട്ടിയപ്പോൾ അത് സന്തോഷമായി. മനസ്സറിയുന്ന യന്ത്രമാണോ എൻ്റെ അനുമാവൻ കൊണ്ടിറക്കിയാണ്. അവൻ കുറേ നാളോട് നോക്കി നോക്കി നടക്കുന്നതാണെന്നൊക്കെ പറയും തള്ളി മറിക്കുന്നുണ്ട്. ഞാൻ അതൊക്കെ എടുത്തായിരുന്നു. ഞാനും ദുബായിൽ നിന്ന് പുതിയ വണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ദുബായ് രജിസ്ട്രേഷൻ. താക്കോൽ കൈമാറ്റം. ഇങ്ങോട്ട് പോയിക്കോ. ഞാൻ എത്ര ദിവസത്തേക്കൂടെ പറഞ്ഞേടേ. 2 ദിവസം കഴിയുമ്പോൾ ഞാൻ വീട്ടിൽ കാണിച്ചു തരുന്നതായിരിക്കും. കളഞ്ഞു പോകണമെങ്കിൽ താക്കോലും വണ്ടിയും കൊണ്ട് പിന്നെ കാര്യമില്ല. ഇതാണ് ഇതിനുള്ള സൂത്രം. കൈവേദനയും കാലുവേദനയുള്ള എൻ്റെ അമ്മയ്ക്കും മസാജ് ഉള്ള കാലം മൊത്തം. അത് മറ്റേ ഇതല്ലേ? ഇത് കുഞ്ഞപ്പനാണ്. ഉണ്ടല്ലോ. ഇതല്ല. ഞാൻ വെബ് ക്യാമറ വെച്ചാ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ലൈറ്റ് ഓഫ് ആകും, ഡോർ അടയ്ക്കും. ഇത് ഈ കാണിക്കേ ഇരുട്ട് തന്നെ. അപ്പം ഇരുട്ട് ഫുൾ ഇരുട്ടാണ്. നിങ്ങൾ ഫുൾ ഇരുട്ടാക്കി ഫുൾ ഇരുട്ടാണ്. വീട്ടില് വെച്ചേക്കണ വലുത് കളർ മാറി മാറി വരുമല്ലേ? ഞാൻ ഓൺലൈനിൽ വാങ്ങിക്കാൻ കൂടി. ഇതാണ് ഞാൻ വാങ്ങിക്കാൻ പോണ്ടിരുന്നത്. ഇത് കാണാം. ഇത് ഞാൻ വാങ്ങിക്കുന്നു. നോക്കിക്കോ. നമുക്ക് കളർഫുൾ ആയിട്ട് ഉറങ്ങിക്കൂടെ? നല്ല രസമാണ് രാത്രി ഇങ്ങനെ. ഇതെന്തായാലും സെറ്റ് സാധനമായിട്ടുണ്ട്. ഞാനൊന്ന് ഓൺലൈനിൽ ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടിട്ടുണ്ട്. ഇവിടെ എൻ്റെ വീട്ടിൽ നടക്കുന്നത് അത് നമുക്ക് വാവ്. ഇത് നിങ്ങൾ പുരട്ടാൻ തുടങ്ങുവാണെങ്കിൽ 2 കൊല്ലത്തേക്ക് പുരട്ടി. എൻ്റെ ചേട്ടനായോണ്ട് പറയുകയല്ല, ലോകത്ത് ഒരു ഗൾഫ് വരെ ഒന്നും കൊണ്ടുവരത്തില്ല. കൊണ്ടുവരുന്ന ആൾക്കാർ കാണും. ഫസ്റ്റ് കൊണ്ടുവരുന്ന എന്തായാലും സോപ്പൊക്കെ കൊണ്ടുവന്ന് നമ്മൾ കണ്ടുള്ളത് വാസലിൻ. പല വെറൈറ്റി ഓഫ് വാസലിൻ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഒരു അലോവേര ജെല്ല്, പിന്നെന്തോ ഷാമ്പു, ഒരു ബോഡി. അത്രയൊക്കെ തന്നെ നല്ല വെയിറ്റുള്ള സാധനങ്ങളുണ്ട്. അപ്പോഴത്തേന് വെയിറ്റ് ഫുള്ളായി 1 കിലോയിൽ കാണാറുണ്ട്. ഇതൊക്കെ തയ്ച്ചു. പിന്നെ കുറച്ച് നട്ട്സൊക്കെ എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നട്ട്സ്, വാൾനട്ട്, ബദാം, കാഷ്യൂ, കുറച്ച് ഐറ്റംസ്. കാഷ്യൂ ഇല്ലായിരുന്നു, ബദാം, പിസ്തയൊക്കെയാന്ന് തോന്നുന്നത്. ഉപ്പിടാത്ത 5 കിലോയാണ് ഓർഡർ കൊടുത്തത്. ഫെയറി വലുതില്ലായിരുന്നു. ഞാൻ 10 ലിറ്റർ ഞാനൊരു 10 ലിറ്റർ 10 ലിറ്റർ അതാണ് പറഞ്ഞത്. ഒരു 10 ലിറ്റർ ഉദ്ദേശിച്ചത്. അപ്പൊ 2-3 വർഷത്തേക്ക് ഉപയോഗിക്കായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് തരാൻ എനിക്ക് ഉദ്ദേശിച്ചത് പ്രത്യേകം പറഞ്ഞു വരത്തെയാണ്. നിങ്ങൾ വല്ല എക്സോലൊക്കെ 100 കിലോ പിസ്ത കൊണ്ടുവരാൻ പറയാൻ കൊച്ചിന്. 30 കിലോ മാക്സിമം ഫ്ലൈറ്റിൽ കൊണ്ടുവരാൻ പറ്റില്ല. പയ്യറ്റ് ഇറങ്ങി അടിക്കും. അതിന് ഇവന്റെ തിരിച്ചിട്ടാൻ പാടായിരിക്കും. അതെല്ലാം കൊടുക്കണം. ചുമ്മാ വന്നതേ ഉള്ളൂ കേട്ടാ. അവ 1 കിലോ. അതും എന്റെ കൊണ്ടേ. അതിന് വാങ്ങിച്ചത് സെയിം സാധനം ഉണ്ട്. അത് വെച്ചാൽ ഏതെങ്കിലും വേറെ ആയിക്കോ. അത് കൈ വെച്ച റിമോട്ട്. ഇതേത് റിമോട്ടില്ലേ? റിമോട്ട് മറ്റേത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ തറയിൽ വന്ന് വീഴും. മറ്റേ ഒന്ന് വീണു. പക്ഷെ നമ്മള് മറ്റേത് നമുക്കല്ലെങ്കിൽ താഴെ പെട്ടെന്ന് ഒന്ന് വീഴും. ഇതെന്റെ കൊച്ചു നേരത്തെ കണ്ടിട്ടുള്ള സാധനമുണ്ടല്ലോ മകളെ. എന്നാലും കുഴപ്പമില്ലല്ലേ? അതല്ല, കുളിക്കാത്ത അളിയനൊരു സ്പ്രേ ആയിരിക്കണം. അതെ, കുളിക്കാത്ത എനിക്ക് എന്റെ അളിയിൽ കൊണ്ടുവന്ന സ്പ്രേ പറ. പക്ഷെ ഇത് ആരും ഇപ്പൊ കൊറേ സ്പ്രേ ഉണ്ടോ മറ്റേ ചേട്ടനൊക്കെ? നമുക്കിനി ക്രയോൺസും പെൻസിലും ബാക്കി സ്പ്രേ സാധനമൊക്കെ ക്രയോണൊക്കെ ഉണ്ട്. ഒരു കോമഡി എന്താണ് ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ അതുവരെ പെൻസിൽ ഒന്നും വേണ്ടെന്ന് പറഞ്ഞ ആള് അന്ന് വൈകുന്നേരം വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്ക് ഒരു മെസ്സേജ് അയക്കുന്നത്, അതിന് മാമ എനിക്ക് ഒരു 100 പെൻസിൽ വരട്ടെ എന്ന്. രക്തമില്ലാത്തവർക്ക്
ഈന്തപ്പഴം എനിക്ക് കേടാണെങ്കിൽ കൈകൊണ്ട് പറിച്ചെടുത്ത് വെയിലത്തിട്ടുണക്കി ഒരാഴ്ച കൊണ്ട് നിന്റെ മാമനെ പണിയത് പറിച്ചു ഉണക്കി ഇട്ടടിച്ച ഈന്തപ്പഴമാണ്. വൈറ്റമിൻ ഇ ഉണ്ട്, കാൽഷ്യം നിറയെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് തന്നെ ഇത് തന്നെങ്കിൽ അതുകൊണ്ട് എന്റെ കയ്യിലേക്ക് തന്നോളൂ, എനിക്ക് തന്നോളൂ. അങ്ങനെ ഒരു 3 കിലോ ഉണ്ട്. എനിക്ക് എന്നെ കിട്ടും. നീ ഈന്തപ്പഴം തിന്നുവായിരുന്നു ഇല്ലല്ലേ? ഓ തിന്നും. വെയിറ്റ് ലഗേജിനും ഇതിനും കൂടുതലായിരുന്നു. കൗണ്ടറിൽ ചെന്നപ്പോഴേക്കും അവിടെ ഇരിക്കുന്ന ഹൈഫാര അറബി പെണ്ണ് തൂക്കി നോക്കിയപ്പോഴേക്കും 31.8. അത് വിട്ടാ അപ്പോൾ ഞാൻ പെട്ടെന്ന് ആശ്ചര്യചകിതനായിട്ട് പറഞ്ഞു, "Oh my God, my weight machine sucks." അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, "It's okay, next time വരുമ്പോൾ ശരിയായിക്കോളാം. Thanks man." സംഭവം flight എടുക്കാൻ വിളിച്ചു നോക്കും. ഒരു glass വെച്ചു. ഇങ്ങോട്ട് ഞാൻ വെച്ചോട്ടെ. ഇത് എവിടെ നിന്ന് മറ്റേ നമ്മളെ ലവന്റെ സിനിമയിലുള്ളതാണ്. നമുക്ക് ലെൻസ്കാർട്ടിൽ പോകാൻ വഴിയാണ്. അമ്മ പോണം, അവിടെ ഇതുണ്ട് ഓഫർ. ചേട്ടനല്ലേ വെളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാനാണ് ഗൾഫിൽ വന്നിട്ടുണ്ടെങ്കിൽ ഇത് കൊള്ളാണ്. ഞാൻ എടുക്കുന്നു ഗോപാലൻ. ഇനി കുറച്ച് ബദാമും അങ്ങനെയുള്ള നട്ട്സും കാര്യങ്ങളൊക്കെയാണ്. എന്തൊക്കെയോ കുറേ എക്സ്പ്ലനേഷൻ ഒക്കെ കൊടുക്കുന്നു. ഞാൻ പിന്നെ വല്ല വോയിസ് ബാക്കോട് കൊടുക്കുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര സൗണ്ടായിരുന്നു. അങ്ങനെ പെട്ടി ഒഴിച്ചു. കണ്ടില്ലേ, കുറച്ച് മുട്ടായികൾ മാത്രമായിട്ടാണ് ഒരു ഗൾഫുകാരൻ വന്നത്. ഫെയർ ചെയ്യട്ടെ, ഇത് ഞാൻ പ്രത്യേകം പറഞ്ഞുകൊണ്ട്, ഇത് ഡിഷ് വാഷാണ്. ഞാൻ ഖത്തറിൽ നിന്ന് സമയത്ത് വാങ്ങിയ. പക്ഷേ പിന്നെ എനിക്കിത് സൺഗ്ലാസ് നമ്മൾ പോവുകയാണ് സാധനങ്ങളൊക്കെ ആയിട്ട്. പെട്ടി പൊട്ടിച്ച ഐറ്റംസുമായിട്ട് നമ്മൾ യാത്രയാവുകയാണ്. ആര് ഞാൻ അറിയിക്കായിരുന്നു. എനിക്ക് അറിയണിന്ന് നമ്മൾ പോവുകയാണ് ഗൈസ്. ഇനി ഞാൻ മുട്ടായി പോയാൽ ഞാൻ വരാൻ കേട്ടോ. ഞാൻ വന്നിട്ട് പുതിയ ഓക്കെ ബൈ ബൈ. വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു കുട്ടി. അത് വണ്ടി തനുമാമൻ ദുബായിലെ ടൈമിങ് ആയിരിക്കും. 6:15 എന്ന് പറയാം. 7:15 7:30 പോണ്ട. അമ്മ കൂടെ എടുക്കാൻ തുടങ്ങാം. എന്ത് ഇതൊക്കെ മറന്നു പോയാടെ. ഇത് പാടോട്ടാണല്ലോ വരണത്. കണ്ടിട്ടല്ലോ വീഡിയോ കവർ ചെയ്യണമല്ല. ഒന്ന് കണ്ടിട്ടുണ്ട് വീഡിയോ കവർ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് സർപ്രൈസ് കൊടുക്കാനായിട്ട് നിമ്മി ചേച്ചിയുടെ ശില്പം വരെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. രാത്രിയാണ് പോകുന്നത്. 6 മണി 6:45 പോയി തുടങ്ങി. അങ്ങനെ നേരെ പാരിപ്പള്ളി ശില്പേരെ വീട്ടിലിട്ടാണ് ഒന്നുകൂടെ എവിടെ പറയണ്ട. നമുക്ക് സർപ്രൈസ് വീഡിയോ എടുക്കാം. എവിടെ പോയാണ്? എന്തായാലും തോന്നുന്നു പനിയുണ്ടോടി. ചേച്ചി പട്ടിയെ വിട്ട് കടിപ്പിക്കാൻ നിൽക്കുന്നു ഗൈസ് പറഞ്ഞു. എന്റെ മൂത്തച്ഛ എവിടെ? നിങ്ങൾ ഈ വണ്ടി വാങ്ങിച്ചിട്ട് നിങ്ങൾ ഓടിക്കാറുണ്ടോ അവിടെ? നമ്മൾ ഓടിക്കുവന്നു. പേടിക്കരുത് പേടിക്കരുത്. അയ്യോ എന്നിട്ട് മനസ്സിലായില്ല കേട്ടോ അവർക്ക്. അയ്യോ ഞാൻ കണ്ടപ്പോ നമ്മൾ ഇറങ്ങിയത്. ഞാൻ എത്ര പേരുണ്ടെന്ന് പറഞ്ഞു എല്ലാവരും തികയോ? ഞാൻ അറിയണ ഇവര് ഓർഡർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ വാങ്ങിക്കാത്തത്. ആണോ എന്ന് ഞാൻ പിന്നെ ആരും കിട്ടാത്തന്നെ വിളിച്ച്. അത് ഇത് നമ്മളെല്ലാവരും കൂടുമ്പോഴത്തേക്ക് ഒരു ചെറിയ ഗെയിം കളിയൊക്കെ ആയിട്ട് ഇരിക്കുന്നതാണ് സമയം പോകാൻ. ഇത് എന്തൊക്കെയോ കടങ്കഥ ചോദിച്ച് മത്സരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ചും പറഞ്ഞൊക്കെ ഇരിക്കുകയാണ് എല്ലാവരും കൂടെ. അപ്പം അതിനിടയ്ക്ക് നിമ്മേച്ചി ഒന്ന് വെജിറ്റബിൾ കറി വയ്ക്കാനായിട്ട് കയറിപ്പോയി. പിറ്റേ ദിവസം മറ്റേ വാവായതുകൊണ്ട് എല്ലാവർക്കും ചിക്കൻ കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ ആ സമയം കൊണ്ട്
അച്ഛൻ നൈസിന് കയറിയത് ഫുഡ് അടിച്ച് നമ്മൾ നോക്കിയതിൻ്റെ കാര്യം മനസ്സിലായി. അപ്പോൾ അതാ ഇതൊക്കെയാണ് നമ്മുടെ ഡിഷ്. ബെറോട്ട, ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ബീഫ്, വെജിറ്റബിൾ കറി എല്ലാം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി തട്ടിയിട്ട് നമ്മൾ ഇവിടെ നിന്ന് പോകും. 2 വീട്ടിലെ സർപ്രൈസ് ഇന്ന് കഴിഞ്ഞിരിക്കുന്നു. അവിടുത്തെ പാട്ടിയാണ് കേട്ടോ. അവനെ നമ്മൾ കുറേ നാൾ വിഷയങ്ങൾ കാണുന്നത്. അപ്പം നവീനാണെന്ന് വിചാരിച്ചിട്ട് ചേട്ടൻ്റെ വണ്ടി കയറി നിന്ന് ഭയങ്കര സ്നേഹപ്രകടനം നടത്തിയാണ്. അപ്പോൾ ഇപ്പം നല്ല ആക്റ്റീവായിട്ടുണ്ട് അവന്. അപ്പോൾ അവൻ അവിടെ നിന്ന് ഓടി കളിക്കുന്നുണ്ട്. കുറേ നേരം അവൻ്റെ കളിയൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഇറങ്ങി. നാളെ ഞാൻ ഓഫീസിൽ പോകും. ചേട്ടാ ചേട്ടാ ശരി. എൻ്റെ മൂത്തച്ചേട്ടൻ പോയി അവിടെ ഇരിക്കണം. ഹലോ, ഒരു ഇൻ്റർവ്യൂ ഒന്നും എടുക്കണ്ട. ഞങ്ങൾ ഇന്നൊരു കല്യാണമുണ്ട്. അപ്പോൾ കല്യാണത്തിൽ പോകണം. അപ്പം ഇവിടെ നേരെ വീട്ടിൽ പോയിട്ട് അവരുടെ വണ്ടിയിലായിരിക്കും പോണത്. ഞാൻ വണ്ടിയിൽ കാറിലാണ്. ചേട്ടൻ്റെ ബൈക്ക് അവിടെ ഇരിക്കുകയായിരുന്നു. ഇവിടെ ഇല്ലേ ഇരുന്നേ. അപ്പോൾ അതെടുക്കാനായിട്ട് ഒരു കാറും കൊണ്ടുവന്നിട്ട് പിന്നെ ബൈക്ക് കൊണ്ടുപോകുമ്പോൾ കാർ അവിടെ ആയി പോകത്തില്ലേ. അതുകൊണ്ട് ആ ബൈക്ക് അങ്ങോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ബൈക്കിലും ഞാൻ കാറിലുമായിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. അവർ വീട്ടിൽ റെഡിയായി നിൽക്കുകയായിരിക്കും. ഇന്ന് നിലമേ പോകണം കല്യാണത്തിന്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇറങ്ങട്ടെ. ഇന്ന് സർപ്രൈസാണ്, കല്ലറക്കാർക്കുള്ള സർപ്രൈസ് ഇതാണ്. അപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ചിടാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്യണം. വീഡിയോ എല്ലാ സർപ്രൈസും ഒരുമിച്ച്. ചേട്ടൻ വന്ന് അവർ അറിഞ്ഞില്ലല്ലോ. അപ്പോൾ അത് എല്ലാവരും ചേർത്തിട്ട് വീഡിയോ ഇടുകയാണ്. ഓക്കേ, അങ്ങനെ ഞങ്ങൾ 10 മണിക്ക് പോകണമെന്ന് പറഞ്ഞ് കല്യാണത്തിന് 10 മണിയാകുമ്പോൾ വീട്ടിൽ വന്നപ്പോഴത്തേക്ക് ഇവിടുത്തെ കൺട്രി ഫെലോ ഇവിടെ നിന്ന് വേറെ ഇവിടെ തുറന്നുകൊണ്ട് പോയി. ഇതായത് പാവപ്പെട്ട ചേട്ടൻ 9 മണിക്ക് ഉറക്കം കഴിഞ്ഞിട്ട് കൊണ്ടുവന്നതാണ്. നൈറ്റ് വർക്ക് കഴിഞ്ഞ് കിടന്ന പാവം എൻ്റെ ചേട്ടൻ കണ്ടുപിടിക്കുന്നു. അങ്ങനെ 10-10:45 കണ്ണട എനിക്ക് നല്ല ചേരുന്നുണ്ടല്ലേ. അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. അൽത്താഫേട്ടൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ആ വണ്ടി അവിടെ കൊടുത്തിട്ട് വേണം തിരിച്ച് മറ്റേ വണ്ടി എടുത്തിട്ട് വരാനൊക്കെയുള്ള പ്ലാനിങ്ങിൽ പോവുകയാണ്. ഇത് നേരെ കല്യാണം കഴിഞ്ഞ് നേരെ നമ്മൾ എവിടെ പോകും? നമ്മൾ കല്ലറയ്ക്ക് പോകും. സർപ്രൈസ് എല്ലാവർക്കും. ഇതെങ്കിലും നടക്കട്ടെ സർപ്രൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പോവുകയാണ് എല്ലാവരും രാവിലെ കല്യാണത്തിന്. അങ്ങനെ ഈ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. ഇത് പോയിട്ട് തിരിച്ച് ഞങ്ങൾ വന്നിട്ട് വേറെ വണ്ടിയിൽ വരും. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിലമേലാണ് നമുക്ക് കല്യാണം. അപ്പോൾ അതാ നമ്മളെല്ലാവരും പോയിക്കൊണ്ടിരിക്കുകയാണ്. തൊണ്ടയൊക്കെ അടിച്ചു പോയി, സൗണ്ട് കുറവാണെന്ന് എനിക്കറിയാം. 1000 രൂപ തരണമെന്നാണ്. യെസ്, 1000 മാത്രമല്ല, 1000 കൂടി ഉണ്ട്. 500 രൂപ എൻ്റെ കിടപ്പുണ്ട്. 500. അപ്പോൾ ഇതാ കല്യാണത്തിന് ഞങ്ങൾ കറക്റ്റ് സമയത്ത് എത്തി. നമ്മുടെ സ്വന്തം ഹാരിസേട്ടൻ്റെ അനിയൻ്റെ കല്യാണമാണ്. അൽത്താഫേട്ടൻ ഹാരിസേട്ടൻ നമ്മുടെ ഫാമിലിയാണ്. അൽത്താഫേട്ടൻ്റെ മോനും ഒരു കമ്പനിയാണ്. അപ്പം അവരുടെ ചെറിയൊരു ക്ലിപ്പ് ഇതാണ് നമ്മുടെ എല്ലാവരും ഉള്ള ഫാമിലി, ഫുൾ ഫാമിലി. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ മാമൻ്റെ വീട്ടിലേക്ക് സർപ്രൈസ് മേടിച്ചു. വണ്ടിക്കകത്തായിട്ട് എനിക്ക് സർപ്രൈസ് എക്സ്പ്രഷൻ എടുക്കാൻ പറ്റിയില്ല കുട്ടികളെ. അവിടെ പിന്നെ മാമി വലിയ എക്സ്പ്രഷനൊന്നും ഇല്ലായിരുന്നു കേട്ടോ. വന്ന എന്നൊക്കെ ചോദിച്ചതേ ഉള്ളെന്ന് തോന്നുന്നു. നിമിഷമായിട്ട് ഇറങ്ങിയിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റും. ഞാൻ ഇവിടെ ഇറങ്ങാൻ പക്ഷെ സച്ചുവേട്ടന് സർപ്രൈസ് വീഡിയോ എടുത്തത് ധ്യാനുമാണ് കേട്ടോ. ധ്യാനുവാണെങ്കിൽ ഞങ്ങളൊട്ട് ആരും അറിഞ്ഞില്ല ആ ഒരു സർപ്രൈസ് എടുക്കാൻ പറ്റുന്നത്. പക്ഷെ സർപ്രൈസ് ആവുമെന്ന് നമുക്ക് അറിയത്തില്ലായിരുന്നു. അതൊന്നും ഇഷ്ടമില്ല. അപ്പോൾ അവരെല്ലാം വെളിയിൽ നിന്ന് എന്തൊക്കെയാണ് പറഞ്ഞു. പൊട്ടം വെയിലായതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല. ഞാൻ ഒരു ഗ്ലാസ് വെള്ളം. പച്ചവെള്ളം മതി, കലക്കണ. സർപ്രൈസ് സർപ്രൈസ്. ഓ, ഇതേ സമാധാനമായിരിക്കും. ഇനി സർപ്രൈസ് കൊടുക്കണം. നീ ഇതൊന്ന് നിശ്ചയിക്കുകയാണ്. അവർ രണ്ടുപേരും നമുക്ക് വീഡിയോ കോൾ വിളിക്കുക എന്നുള്ളൊരു ഇത് മാത്രമേ ഇന്നുള്ളൂ. കാരണം ഇതിൽ കൂടുതൽ ആയിക്കഴിഞ്ഞാൽ അവരെ കാണാൻ പോയി. ഒരാൾ ഹൈദരാബാദിലാണ്, ഒരാൾ മലയും കീഴുന്ന സ്ഥലത്ത്. പക്ഷെ അവിടെ പോകാൻ പക്ഷേ അതുവരെ വീഡിയോ വെയിറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ വീഡിയോ കോൾ വിളിച്ച് അവരെ സർപ്രൈസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ കുഞ്ഞിനെ അങ്ങോട്ട് പോവുകയാണ്. കുഞ്ഞിനോട് പോയിട്ട് അവന്മാർ
വിളിക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ ഈ ഒരു മാസം നേരത്തെ അറിഞ്ഞിട്ട് ഈ അച്ഛൻ വിളിച്ച് പറഞ്ഞു കൊടുത്തു ഇവിടെ അങ്ങനെ ഇവിടെ സർപ്രൈസ് കൊടുക്കാൻ പറ്റും. ഒരേ ഒരു ഫാമിലി അമ്മച്ചിയുടെ ഫോണൊന്ന് വിളിച്ച് ഇനി അവിടെ ഉണ്ടാ നിൽക്കും. അപ്പൊ അമ്മച്ചിയുടെ ഫോണായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞു. വേറെ ആരെങ്കിലും വിളിക്കാൻ ഇങ്ങനെയായിട്ട് എനിക്ക് തോന്നുന്നത് പറ്റുന്നുണ്ടല്ലോ എനിക്ക് ഇതൊക്കെ. നമ്മളിപ്പോ അനിക്കുഞ്ഞ ഇങ്ങോട്ട് വന്നു. നമ്മള് വേറെ ആളോട്ടി എന്തൊക്കെയുണ്ട് ആരും പറഞ്ഞില്ല ഉണ്ണി. രണ്ടമാടി അമ്പാടി 2 അമ്പാടി ഇതാരും അമ്പാടി അമ്പാടിക്ക് അറിയൂടാ ഒരാളിനെ അവൻ പോയണ്ട. മ്യാമനെ ഓർമ്മയുണ്ട അമ്മയ്ക്കൊക്കെ എല്ലാ സ്ഥലവും നിങ്ങളായിട്ട് മാത്രം വീഡിയോ കോൾ കൂടിയ ആൾക്കാർ കാണാനില്ലെന്ന് ഫോണ് കല്ലറ വന്നായിരുന്നു. അങ്ങനെ മൂത്തേമ്മ പറഞ്ഞതുപോലെ വിളിച്ചിട്ട് കുറച്ച് ദിവസമായി കൊച്ചിനെ ഒന്നും കണ്ടു. ഇവിടെ ഉണ്ട് അനിക്കുഞ്ഞിയുടെ അടുത്തോട്ട് വന്നു. വെറുതെ വന്നു. അനിക്കുഞ്ഞിയുടെ അവിടെ വന്നു. നമ്മൾ അവിടെ നിന്ന് വിളിച്ചിട്ട് കിട്ടാറുണ്ടേ. ആണ്ടെ മൂത്തേമ്മയുടെ കൊടുക്കാം. ഇത് എവിടെയായാലും അങ്ങനെ സർപ്രൈസ് ഒക്കെ കഴിഞ്ഞ് അനിക്കുഞ്ഞ് നമുക്ക് നല്ല വയണയിലിപ്പോൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കുറേ നാൾ കഴിച്ചു അനിക്കുഞ്ഞ് ഇങ്ങനെയുള്ള കുറേ ഐറ്റംസ് ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഹോം മെയ്ഡ് ഫുഡ് ഐറ്റംസ് വയണയിലേപ്പം ഏലയപ്പം ഇങ്ങനെ കൂടെ ഇരിക്കും ഇതൊക്കെ ഉണ്ടാക്കും അനിക്കുഞ്ഞ്. അങ്ങനെ അതൊക്കെ കഴിച്ച് ചായ കുടിച്ചിട്ട് അങ്ങനെ ഏറ്റവും വലിയ വാഴ വാഴയും കൊലയും ഇടയ്ക്ക് ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടായിരുന്നു ഇവരുടെ കഫേ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് അവിടെ കയറി ഒരു പരിപാടിയൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ എത്തിയേ. വെളിയിൽ നിൽപ്പോണ്ട് വരുത്തായി ഗ്ലാസ്സൊക്കെ സൈഡ് പകുതിയും കിട്ടാനേ പറ്റുള്ളൂ. പിടിച്ച് വലിച്ച് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഒരു സ്നേഹം മൂത്ത് നമ്മളെ പിറകെ നടക്കും. ചാടി കയറും, വണ്ടിക്കകത്ത് ചാടി കയറും. സന്തോഷം തള്ളിയിടല്ലേ. എവിടെ പോണം? ഓ എൻ്റെ പൊന്നോ ഇതോ പോണ്ടേ. അമ്പോ നിനക്ക് എന്താടാ നിനക്ക് ഒരവിടെ അപ്പുറത്തോട്ട് പോയി നോക്കണം ധ്യാനുവിനെ. എന്താടാ നിനക്ക് നീ എവിടെ പോരുന്നു? ഓഹോ വണ്ടിയുടെ അകത്ത് കയറാൻ വേണ്ടിയിട്ടാണ്. കൂട്ടിക്കയറി ഇവിടെ അപ്പിയിട്ട് വെച്ചിട്ടുണ്ടാ? നീ നോക്കട്ടെ ഇവിടെ എവിടെയെങ്കിലും. വാ ഇവിടെ എൻ്റെ പിറകെ വാ ഇവിടെ വാ. എന്താ അപ്പിയിട്ട് വെച്ചിട്ടുണ്ടാ? ഇവിടെ അപ്പിയിട്ടാ ഇവിടെ എവിടെയെങ്കിലും നോക്കട്ടെ. ചുമ്മാ ഇരിക്കണം. ഞാൻ നോക്കട്ടെ ഇവിടെ അപ്പിയിട്ട് വെച്ചിട്ടുണ്ടാന്ന്. അപ്പിയിട്ട എവിടെയെങ്കിലും നോക്കട്ടെ. പുറമേ ഒന്നും കാണാനില്ല, ഇവനെ വിശ്വസിക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും അതാരാണ് ചെടി തള്ളിയിട്ടേ? ആരുടെ ചെടി തള്ളിയിട്ടത്? നിന്നോടാണ് ചോദിച്ചത്. ചെടി തള്ളിയിട്ട ആര് ചെടി തള്ളിയിട്ടത്? നീയനെ ആണാ? കേട്ടെ നോക്കട്ടെ എവിടെയെങ്കിലും അപ്പിയിട്ട് വെച്ചിട്ടുണ്ടോന്നില്ലയോ. ഇനി വാലിയോ ഇത് എന്തേലും ഇവിടെ ഇതാര് ചട്ടി തള്ളിയിട്ടത്? എങ്ങനെ വെളിയിൽ ഇവനെക്കാരണം വൃത്തിയില്ല എനിക്ക്. കൂട്ടിപ്പടാ കേറാ കൂട്ടി കേറിപ്പോണ് കൂട്ടിപ്പടാ. ഭ്രാന്ത് അവന് നമ്മളെ കണ്ടോണ്ടുള്ള സന്തോഷമാണ്. ബാക്കിലായിട്ട് വിട്ടല്ലേ. കേറി കൂട്ടി കയറില്ലയോ? കേറി കൂട്ടി കയറി പോണു. അനുസരണയുള്ള കൊച്ചാ നമ്മളാ. പോക്കോ കൂട്ടി കയറി കൂട്ടില്ല.
കയറി പോയി. കയറിയാ? ആ ഓക്കെ, ഗുഡ് ബോയ്. അവിടെ ഇരുന്നോ. ഞങ്ങളിതാ വീട്ടിലെത്തി. രാത്രത്തേക്ക് രാവിലെ കല്യാണത്തിൽ പോയതാണ്. രാത്രത്തേക്ക് ഇതാ ഒരു ചിക്കനും പുട്ടും ഒരു ചിക്കൻ പെരട്ടൊക്കെ വാങ്ങിയിട്ട് വന്നു നമ്മൾ തട്ടുകടയിൽ നിന്ന്. അപ്പോൾ ഇനി ഇതൊക്കെ കഴിക്കണം. 2 കോഫി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. വൈൻഡപ്പ് ചെയ്യാൻ വീഡിയോ എടുക്കുകയാണ്. വന്ന് നമ്മൾ കുളിച്ച് പെട്ടെന്ന് കഴിക്കാനുള്ളതൊക്കെ എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫുൾ ഫാമിലിക്ക് കൊടുത്ത സർപ്രൈസ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഫുള്ളായി സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കാണണം കേട്ടോ. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾ വരുന്നവരെ ബൈ ബൈ. ഓക്കെ, അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.